കാരേറ്റ് പുളിമാത്ത് ജംഗ്ഷനിലുള്ള എല്ലാ സഹോദരങ്ങൾക്കും ക്രിസ്തുയേശുവിലുള്ള സ്നേഹവന്ദനം അറിയിക്കുന്നു. ഒരു സത്വാർത്ഥ മനുഷ്യന് ഏറ്റവും ആവശ്യമായ കാര്യം, വളരെ പ്രയോജനപ്പെട്ട ഒരു കാര്യം നിങ്ങളെ അറിയിച്ച് വേഗം ഈ സ്ഥലത്ത് നിന്ന് അടുത്ത സ്ഥലത്തേക്ക് കടന്നു പോകാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ശ്രദ്ധയെ ഒരല്പസമയം ഈ ശബ്ദപരിധിയിലേക്ക് കൊണ്ടുവരുവാൻ താഴ്മയോട് അപേക്ഷിക്കുന്നു. ഒരു പാട്ട് അഭിലാഷ് പീറ്റർ എന്ന സഹോദരൻ മുമ്പോട്ട് കടന്നു വന്ന് പാടും. ഭരണങ്ങൾ തൊടുന്നേ ഭൂമിയിൽ നമ്മയൂട്ടം ദൈവരാജ്യം ഭരിക്കുവാൻ പോകുന്നേ. നാമൂട്ടം ഭരണങ്ങൾ തൊടുന്നേ ഭൂമിയിൽ നമ്മയൂട്ടം ദൈവരാജ്യം ഭരിക്കുവാൻ പോകുന്നേ. മരിക്കുന്ന ജഡമനുഷ്യ ഭരണങ്ങൾ തീരുന്നേ. മരിക്കാത്ത ദൈവത്തിൽ ഭരണം തുടങ്ങുന്നേ. പിശാചിന്റെ ദുർഭരണം തീരുന്നേ. സത്യമാം ദൈവത്തിൽ ഭരണം തുടങ്ങുന്നേ. നാമൂത്തും ഭരണങ്ങൾ ഒടുങ്ങുന്നേ ഭൂമിയിൽ നമ്മയൂട്ടും ദൈവരാജ്യം ഭരിക്കുവാൻ പോകുന്നേ. ശരീരത്തിന്റെ വിദ്യയെ മറക്കുന്ന ഭക്ഷണവസ്ത്രത്തിന്റെ വിദ്യയിൽ ഒതുങ്ങാതെ ഉണരുക സോദര, വളരുക ജീവൻ സ്വന്തമാക്കിയിടുക സ്വർഗീയ ശരീരം. ജീവശരീരത്തിന്റെ വിദ്യയെ മറക്കുന്ന ഭക്ഷണവസ്ത്രത്തിന്റെ വിദ്യയിൽ ഒതുങ്ങാതെ ഉണരുക സോദര, വളരുക. നാമൂത്തും ഭരണങ്ങൾ ഒടുങ്ങുന്നേ ഭൂമിയിൽ നമ്മയൂട്ടും ദൈവരാജ്യം പോകുന്നേ. ക്രിസ്തുവിൻ പാഠശാല വഹിച്ചിടം താൻ മുഴുവൻ പഠിക്കുവാൻ നാഥനോട് അനുഗമിച്ചിടുക. നാഥൻ കാൽച്ചുവടിലെ ജയിച്ചിടം വിളങ്ങിടാം
ദൈവത്തിൻ പുത്രരായി ചേർന്നിടാം നമുക്ക്. ക്രിസ്തുവിൻ പാഠശാല വഹിച്ചിടാം താമസം. പഠിക്കുവാൻ നാഥനോട് അനുഗമിച്ചിടുക. നാഥൻ കാൽച്ചുവടിയെ ജയിച്ചിടാം വിളങ്ങിടാം. ദൈവത്തിൻ പുത്രരായി നാമൊട്ടും ഭരണങ്ങൾ ഒരുങ്ങുന്നേ ഭൂമിയിൽ. നമ്മയൊട്ടും ദൈവരാജ്യം ഭരിക്കുവാൻ പോകുന്നേ. ഞാൻ വാഴും ഭൂമിയിൽ എന്നാഥനേശ്വരോട് നിത്യമാം രാജാവായി രാജാധിരാജൻ കീഴേ പ്രിയരേ ഒരുങ്ങുക. പരവാനിനി സമയമില്ല, മാറുക പൂർണ്ണമായി പുതിയ സൃഷ്ടിക്കുള്ളിൽ. ഞാൻ വാഴും ഭൂമിയിൽ എന്നാഥനേശ്വരോട് നിത്യമാം രാജാവായി രാജാധിരാജൻ കീഴേ പ്രിയരേ ഒരുങ്ങുക. പരവാനിനി സമയമില്ല, മാറുക പൂർണ്ണമായി പുതിയ സൃഷ്ടിക്കുള്ളിൽ. നാമൊട്ടും ഭരണങ്ങൾ ഒടുങ്ങുന്നേ ഭൂമിയിൽ. നമ്മയൊട്ടും ദൈവരാജ്യം ഭരിക്കുവാൻ പോകുന്നേ. മരിക്കുന്ന ജഡമനുഷ്യ ഭരണങ്ങൾ തീരുന്നേ. മരിക്കാത്ത ദൈവത്തിൽ ഭരണം തുടങ്ങുന്നേ. ചതിയനാം പിശാചിന്റെ ദുർഭരണം തീരുന്നേ. സത്യമാം ദൈവത്തിൽ ഭരണം തുടങ്ങുന്നേ. നാമൊട്ടും ഭരണങ്ങൾ ഒടുങ്ങുന്നേ ഭൂമിയിൽ. നമ്മയൊട്ടും ദൈവരാജ്യം ഭരിക്കുവാൻ പോകുന്നേ. ദൈവനാമം വാഴ്ത്തപ്പെടുകയും മഹത്വപ്പെടുകയും ചെയ്യട്ടെ. മഹാപ്രപഞ്ചത്തിന്റെ ഒരു ചെറുകണികയായ ഈ ഭൂമിയിലെ 7 വൻകരകളിൽ ഒന്നായ ഏഷ്യ ഭൂഖണ്ഡത്തിലെ ഒരു രാജ്യമായ ഇന്ത്യയിൽ കേരളം എന്ന സ്റ്റേറ്റിൽ തിരുവനന്തപുരം ജില്ലയിലെ കേരള എന്ന സ്ഥലത്ത് കുളിമാതന്ന ഈ ദേശത്ത് പ്രപഞ്ച സൃഷ്ടാവായ ദൈവത്തിന്റെ ചിന്തകളുടെ സാക്ഷ്യം വഹിക്കുവാൻ ദൈവം തന്ന ഈ അവസരത്തിനായി ദൈവത്തിന് നന്ദി പറയുന്നതോടൊപ്പം തന്നെ ഈ നാട്ടിലെ എല്ലാ മാന്യരായ സഹോദരന്മാരെയും സഹോദരിമാരെയും ഈ ചിന്തകളിലേക്ക് ഒന്ന് ക്ഷണിക്കുകയാണ്. ജാതിയില്ലാത്ത, മതമില്ലാത്ത, സംഘടനയില്ലാത്ത, ഗ്രൂപ്പില്ലാത്ത ദൈവത്തിന്റെ ചിന്തകൾ ജാതിയിലും മതത്തിലും സംഘടനയിലും പ്രത്യേകിച്ചും മരണത്തിലും കുടുങ്ങിപ്പോയ നിങ്ങളോട് അറിയിക്കുവാൻ, ഒരു സാക്ഷ്യം അറിയിക്കുവാനാണ് ഈ സന്ദേശം, ഈ സമയം ഉപകരിക്കുന്നത്. വിശുദ്ധ ബൈബിൾ അതൊരു ജാതിയുടെയോ സംഘടനയുടെയോ ഗ്രൂപ്പിന്റെയോ പുസ്തകമല്ല. ദൈവം മാനവരാശിക്ക് തന്നിട്ടുള്ള മനുഷ്യരോടുള്ള സന്ദേശമാണത്. ഇരുട്ടിലിരിക്കുന്ന ജലത്തിന് വെളിച്ചം കൊടുക്കുന്ന സന്ദേശം. ആ സന്ദേശത്തിൽ ഇങ്ങനെ പറയുന്നു: രാജത്വത്തിന്റെ സുവിശേഷം സർവജാതികൾക്കും സാക്ഷ്യമായി ലോകത്തിന്റെ അതിർത്തികളോളം അറിയിക്കും. അതോടെ യുഗം അവസാനിക്കും. അതോടെ യുഗം അവസാനിക്കും. ഒരുപക്ഷെ നിങ്ങൾ ചോദിക്കും, അതെന്താണ് ഈ രാജത്വത്തിന്റെ സുവിശേഷം? സുവിശേഷം എന്ന വാക്കിന്റെ അർത്ഥം നല്ല വിശേഷം എന്നാണ്. രാജത്വത്തിന്റെ സുവിശേഷം എന്ന് പറയുന്നത് അതിന് 2 ഭാഗങ്ങളുണ്ട്.
ഒന്ന്, ദൈവം, സൃഷ്ടാവായ ദൈവം മനുഷ്യരോടുകൂടെ താമസിക്കും. മറ്റൊന്ന്, സൃഷ്ടാവായ ദൈവം മനുഷ്യരോടുകൂടെ താമസിക്കുമ്പോൾ ഒരിക്കലും അവസാനിക്കാത്ത ദൈവത്തിന്റെ ഗവൺമെന്റ് ഈ ഭൂമിയുടെ ഭരണം ഏറ്റെടുക്കും. ഈ രണ്ട് കാര്യങ്ങൾ ഇടങ്കരവും വലങ്കരവും എന്നതുപോലെ ഒരു ഭാഗത്ത് ദൈവം മനുഷ്യരോടുകൂടെ താമസിക്കുമ്പോൾ അതേ ദൈവത്തിന്റെ ഗവൺമെന്റ് ഭൂമിയുടെ ഭരണം ഏറ്റെടുക്കും. ആ ഗവൺമെന്റിന്റെ പ്രത്യേകത, അതിൽ ഉണ്ടാകുന്നവർക്ക് മരണമുണ്ടാവുകയില്ല. ആ ഗവൺമെന്റിന്റെ കീഴിൽ മരണത്തെ നീക്കിക്കളയും. പ്രിയ സഹോദര, പ്രിയ സഹോദരി, ഈ ഒരു സന്ദേശം നിങ്ങളെ അറിയിക്കുവാനാണ് ഇവിടെ കടന്നു വന്നിരിക്കുന്നത്. ഒരുപക്ഷെ വിദ്യാർത്ഥി ചോദിക്കും, ഈ സന്ദേശം ഞാൻ കേട്ടതുകൊണ്ട് എന്റെ ഗുണമെന്താണ്? പ്രിയമകളെ, വിശുദ്ധ ബൈബിളില് മനുഷ്യരെ ഉണ്ടാക്കിയതിന്റെ ഉദ്ദേശം എഴുതിയിട്ടുണ്ട്. പക്ഷെ മനുഷ്യർക്ക് അറിയില്ല എന്തിനാണ് തങ്ങളെ ഉണ്ടാക്കിയതെന്ന്. ഏത് മനുഷ്യനോട് ചോദിച്ചാല് നിന്റെ ചെരുപ്പെന്തിനാണെന്ന് ചോദിച്ചാൽ കാലിലിട്ട് നടക്കാനാണെന്ന് പറയും. നിന്റെ വാച്ചെന്തിനാണെന്ന് ചോദിച്ചാൽ പറയും അത് സമയം നോക്കാനാണെന്ന് പറയും. നിന്റെ കാലെന്തിനാന്ന് ചോദിച്ചാൽ നടക്കാനാണെന്ന് പറയും. കൈ എന്തിനാന്ന് ചോദിച്ചാൽ പ്രവർത്തിക്കാനാണെന്ന് പറയും. കണ്ണെന്തിനാന്ന് ചോദിച്ചാൽ കാണാനാണെന്ന് പറയും. ചെവി എന്തിനാന്ന് ചോദിച്ചാൽ കേൾക്കാനാണെന്ന് പറയും. ഈ കണ്ണും കൈയും മൂക്കും കാലും ചെവിയും എല്ലാം കൂടിയ നീ എന്തിനാന്ന് ചോദിച്ചാൽ അവൻ ഉത്തരം മുട്ടും. അവന് ഉത്തരവില്ല, അവർക്ക് ഉത്തരവില്ല. എന്തിനാണ്? കഴിച്ച് ഭക്ഷണം കഴിച്ച് കുടിച്ച് അമ്മയുടെ ഉദരത്തിൽ നിന്ന് 1.5 കിലോ 2 കിലോ 3 കിലോ ആയി പുറത്തിറങ്ങിയ അവൻ ഇതാ കഴിച്ച് 5 കിലോ ആയി, 10 കിലോ ആയി, 15 കിലോ ആയി, 20 ആയി, 25 ആയി, 30 ആയി, 35 ആയി, ഇതാ 40 ആയി, 50 ആയി, 60 ആയി, 70 ആയി. അതിന്റെ ഇടയിൽ മരണം വന്ന് അവനെ പിടികൂടി. അവൻ വലുതാക്കി ഈ ശരീരത്തെ. ഇതാ ഈ മണ്ണിലേക്ക് ഇത് തിരിച്ചുപോയി. അവന് പോലും അറിയില്ല അവന്റെ ജീവിതം എന്തിനാണെന്ന്. അവന്റെ സ്കൂട്ടർ എന്തിനാണെന്നറിയാം, കാർ എന്തിനാണെന്നറിയാം, പക്ഷെ അവനെന്തിനാണെന്ന് മനുഷ്യനറിയില്ല. മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ ചെയ്ത് ജീവിച്ച് അവൻ ഇന്ന് ഇരുട്ടിൽ കിടക്കുകയാ. അവനറിയില്ല മനുഷ്യൻ എന്തിനാണെന്ന്. എന്നാൽ വിശുദ്ധ ബൈബിൾ പറയുന്നു മനുഷ്യൻ എന്തിനാണെന്നോ? ദൈവത്തിന്റെ പ്രോപ്പർട്ടിയായ, ദൈവത്തിന്റെ ഉടമസ്ഥതയിലുള്ള ഈ ഭൂമിയുടെ ഭരണം ദൈവത്തിന് വേണ്ടി നടത്തുവാനുള്ളവനാണ് ഈ മനുഷ്യൻ. എന്നാൽ ദൈവത്തോടുള്ള അനുസരണക്കേട് നിമിത്തം അവന്റെ ജീവിതത്തിലേക്ക് മരണം കടന്നു വന്നു. ഒരു പക്ഷേ നിങ്ങൾ ചോദിക്കും, എന്തിനാണ് ഇതൊക്കെ ഞങ്ങളോട് പറയുന്നത്? പ്രിയമകളെ, ആ മരണത്തിൽ നിന്ന് രക്ഷിച്ചെടുത്ത് ദൈവം നിന്നെ എന്തിനായിട്ടാണോ സൃഷ്ടിച്ചത്, ആ സൃഷ്ടിച്ച സൃഷ്ടിപ്പിലേക്ക് നിന്നെ തിരികെ കൊണ്ടുപോകുവാൻ സൃഷ്ടാവായ ദൈവത്തിന് പദ്ധതിയുണ്ട്. ദൈവരാജ്യം ഈ ഭൂമിയിൽ വാഴുമ്പോൾ നീ വേണം ദൈവത്തിന് വേണ്ടി ഈ ഭൂമിയെ, ദൈവത്തിന്റെ പുത്രനായ യേശുക്രിസ്തുവോട് ചേർന്ന് ഈ ഭൂമിയെ വാഴുവാൻ. നീ വേണം ദൈവത്തോട് ചേർന്ന് ജീവിപ്പാൻ. ദൈവത്തിന്റെ തിരുവചനമായ വിശുദ്ധ ബൈബിൾ അവസാനിക്കുന്നത് ഇങ്ങനെയാണ്: ഇതാ ദൈവത്തിന്റെ കൂടാരം മനുഷ്യരോടുകൂടെ, ദൈവം മനുഷ്യരോടുകൂടെ പാർക്കും. ഇന്ന് മനുഷ്യരോടുകൂടെ മാത്രം ജീവിച്ച് പരിചയമുള്ള, ഒന്ന് തിരുത്തി പറയട്ടെ, മരണമുള്ള മനുഷ്യരോടുകൂടെ മാത്രം ജീവിച്ച് പരിചയമുള്ള നിനക്ക് മരണമില്ലാത്ത, ജാതിയില്ലാത്ത, മതമില്ലാത്ത, സംഘടനയില്ലാത്ത, ഗ്രൂപ്പില്ലാത്ത സർവചരാചരങ്ങളെയും നിന്നെയും സൃഷ്ടിച്ച സൃഷ്ടാവോടുകൂടെ പാർക്കുവാൻ ഒരവസരം ദൈവം തരികയാണ്. ദൈവ കുടുംബത്തിലേക്കുള്ള ഇൻവിറ്റേഷനാണ് യഥാർത്ഥത്തിൽ യേശുക്രിസ്തു ഭൂമിയിൽ കടന്നുവന്ന് പറഞ്ഞ സുവിശേഷം.
ആ സുവിശേഷത്തിന്റെ വ്യക്താക്കളായി ക്രിസ്തുവിന് പകരം സ്ഥാനപതികളായി നിന്നുകൊണ്ട് ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നു, ദൈവത്തോട് നിരന്നുകൊള്ളുവിൻ, ദൈവവുമായി ഒന്നാകുവിൻ, ദൈവത്തോട് ചേർന്ന് താമസിക്കുവാൻ വസിക്കുവാൻ നിങ്ങളെ ഓരോരുത്തരെയും വിളിക്കുകയാണ് ഈ സുവിശേഷത്തിലൂടെ ചെയ്യുന്നത്. അപ്പോൾ തന്നെ അതിന്റെ അടുത്ത പടിയാണ് ദൈവത്തോട് കൂടെ ചേർന്ന് വസിക്കുവാൻ. ദൈവത്തെ അനുസരിച്ച് കടന്നു വരുന്ന വ്യക്തികൾക്ക് ഇതാ ദൈവം സ്ഥാപിക്കാൻ പോകുന്ന പുതിയ ഗവൺമെന്റിലേക്ക്, ഇതാ അവർക്ക് ആ ഭരണകൂടത്തിലേക്ക് ഭരിക്കുവാനുള്ള പ്രവേശനവും ഭരിക്കുവാനുള്ള ഒരവസരവും ഇലക്ഷനും ദൈവം തരുന്നുണ്ട്. വിശുദ്ധ ബൈബിളില് ഇങ്ങനെയാണ് ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്നത്. ഇതാ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം അതിന്റെ 2-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ഈ രാജാക്കന്മാരുടെ കാലത്ത് സ്വർഗത്തിലെ ദൈവം ഒരു നാൾ നശിച്ചു പോകാത്ത ഒരു രാജ്യത്വം, അതായത് ഒരു ഗവൺമെന്റ്, ഒരു കിങ്ഡം സ്ഥാപിക്കും. ആ രാജ്യത്വം വേറൊരു ജാതിക്കും ഏൽപ്പിക്കപ്പെടുകയില്ല. അത് ഈ രാജ്യത്വങ്ങളൊക്കെയും തകർത്ത് നശിപ്പിക്കുകയും എന്നേക്കും നിലനിൽക്കുകയും ചെയ്യും. എന്നേക്കും നിലനിൽക്കുന്ന ഒരു ഗവൺമെന്റ് വരികയാണ്. ആ ഗവൺമെന്റ് മരിച്ചു പോകുന്ന മനുഷ്യരുടെ ഗവൺമെന്റ് അല്ല. ആ ഗവൺമെന്റ് മരണമില്ലാത്ത സൃഷ്ടാവായ ദൈവത്തിന്റെ ഗവൺമെന്റാണ്. ആ ഗവൺമെന്റിലേക്ക് പ്രിയമകനെ, പ്രിയമകളെ, ആ ഭരണകൂടത്തിലേക്ക് ഭരിക്കുവാനും കൂടി നിനക്ക് പ്രവേശിക്കാം. 5 വർഷം കൊണ്ട് സ്ഥാനമൊഴിയുന്ന ഒരു ഗവൺമെന്റ് അല്ല അത് നിത്യം വാഴുന്ന നിന്റെ സൃഷ്ടാവിന്റെ ഗവൺമെന്റാണ്. ഇതാ ജാതിയില്ലാത്ത, മതമില്ലാത്ത, സംഘടനയില്ലാത്ത, മരണമില്ലാത്ത ദൈവത്തിന്റെ മരണമില്ലാത്ത ഗവൺമെന്റിലേക്ക് നിന്നെ മരണമില്ലാത്തവനായി കൊണ്ടുപോവുകയാണ്. പ്രിയമകനെ, പ്രിയമകളെ, ഇതിനു വേണ്ടി ദൈവം ആദ്യം ചെയ്യുന്നത് എന്താണെന്നറിയാമോ? നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശത്രു മരണമാണ്. ആ മരണമെന്ന ശത്രുവിനെ നിന്റെ ജീവിതത്തിൽ നിന്ന് നീക്കി നിന്നെ തന്റെ കുടുംബത്തിലെ മകനാക്കി മാറ്റി നിന്നെ നിന്റെ യോഗ്യതയ്ക്കനുസരിച്ച് ദൈവത്തിന്റെ നിത്യമായ ഗവൺമെന്റിലേക്ക് ഭരിക്കുവാനും കൂടെ പ്രവേശിപ്പിക്കുക എന്നുള്ളതാണ് ദൈവത്തിന്റെ പദ്ധതി. ഈ പദ്ധതി നിങ്ങളെ അറിയിച്ച് കടന്നു പോകാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതാണ് ഞങ്ങളെ ഏൽപ്പിച്ചിട്ടുള്ള ദൗത്യം. ഒരുപക്ഷെ നീ ചോദിക്കും, ഞങ്ങൾ കേട്ടു, എന്നാൽ ഇതിലേക്ക് ഞങ്ങൾക്ക് എങ്ങനെ കടന്നു വരാൻ കഴിയും? ഇതാ ഈ രാജത്വത്തിന്റെ സുവിശേഷത്തിലേക്ക് ഞങ്ങൾക്ക് എങ്ങനെ കടന്നു വരാൻ കഴിയുമെന്ന് നിങ്ങൾ ചോദിച്ചാൽ നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം, രാജത്വത്തിന്റെ സുവിശേഷത്തിന്റെ ഉള്ളിൽ മറ്റൊരു സുവിശേഷം കൂടെയുണ്ട്, മറ്റൊരു നല്ല വാർത്ത കൂടെയുണ്ട്. എങ്ങനെ ഇതിലേക്ക് കടന്നു വരാം? ഇതിനു വേണ്ടിയാണ് സ്വർഗത്തിലെ ദൈവം ഈ തന്റെ മകനായ ക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക് അയച്ചത്. ഇവിടെ മരണത്തിൽ കുടുക്കപ്പെട്ടു പോയ മനുഷ്യരെ രക്ഷിച്ച് ഈ രാജ്യത്തെ സുവിശേഷത്തിലേക്ക് പ്രവേശിപ്പിക്കുവാൻ സ്വർഗത്തിലെ ദൈവം മാനവ ജാതിയുടെ രക്ഷയ്ക്കായി ഒരു നാമം നൽകിയിട്ടുണ്ട്. ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നു, തന്റെ ഏകജാതനായ പുത്രനെ ക്രിസ്തുവെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു, നമ്മളെ അത്രമാത്രം സ്നേഹിച്ചു. പാപത്തിന്റെ ശമ്പളമായ മരണം ഇതാ ആ യേശു ക്രിസ്തുവിലൂടെ ഈ കാൽവരെ ക്രൂശിൽ സാധിപ്പിച്ചെടുത്തുകൊണ്ട് നമ്മളെ ഏവരെയും ആ പാപത്തിൽ നിന്ന് മരണത്തിൽ രക്ഷിക്കുവാൻ ദൈവത്തിന്റെ ഏകജാതനായ പുത്രൻ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി യാഗമായി. നാം പാപം ചെയ്ത സ്ഥാനത്ത്, നാം മരിക്കേണ്ട സ്ഥാനത്ത് ഇതാ നമുക്ക് വേണ്ടി ദൈവപുത്രൻ യാഗമായി. ആ കാൽവരി ക്രൂശിലെ യാഗത്തിൽ വിശുദ്ധ ബൈബിളിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ആ യാഗത്തിലൂടെ യേശുക്രിസ്തു ജീവനുള്ള ഒരു പുതിയ വഴി നമുക്ക് ഓരോരുത്തർക്ക് ലോകത്ത് നിന്ന് ദൈവരാജ്യത്തിലേക്ക് തുറന്നിരിക്കുകയാണ്. ഇവിടെ മരണത്തിൽ കുടുങ്ങിപ്പോയ നമ്മളെ വിടുവിക്കുവാൻ, അതേ മരണത്തിൽ നിന്ന് രക്ഷിക്കുവാൻ, ഇതിന്റെ പേരാണ് രക്ഷയുടെ സുവിശേഷം. ഈ രക്ഷയുടെ സുവിശേഷത്തിലൂടെ നമ്മുടെ പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും ദൈവം വിടുവിച്ച് താൻ പ്രസംഗിച്ച രാജ്യത്വ സുവിശേഷത്തിലേക്ക്, അതേ ദൈവത്തോടുകൂടെയുള്ള വാസത്തിൽ
സ്വർഗത്തിലേക്ക് നമ്മളെ കൊണ്ടുപോവുകയാണ്. അതിനായി നഷ്ടപ്പെട്ടു പോയ നമ്മളെ അന്വേഷിച്ച് സ്വർഗത്തിലെ അത്യുന്നതനായ ദൈവം തന്റെ ഏകജാതനായ പുത്രനെ ഭൂമിയിലേക്ക് അയച്ചപ്പോൾ ആ പുത്രൻ ഇങ്ങനെ പറഞ്ഞു, ഞാൻ വന്നത് കാണാതെ പോയ ആളുകളെ അന്വേഷിച്ചാണ്. അവരെ പിരിഞ്ഞു പിടിച്ച് അവരെ ഒന്നാക്കി എന്റെ അപ്പന്റെ അടുക്കൽ ഏൽപ്പിക്കണം. അങ്ങനെ കിങ്ഡം ഞാൻ എന്റെ അപ്പന്റെ അടുക്കൽ ഏൽപ്പിച്ചിട്ട് ഇതാ ദൈവം സകലത്തിലെ സകലതമാകേണ്ടവര് പുത്രൻ താന് ആ അപ്പനെ കീഴടങ്ങിയിരിക്കുമെന്നുള്ള ആ മനോഹരമായ ഒരു സുവിശേഷം നിങ്ങളെ അറിയിക്കുകയാണ്. അപ്പൊ നിങ്ങൾ ചോദിക്കും, എങ്ങനെ കടന്നു വരാം? അതിലേക്കുള്ള ഏക വഴി യേശു ക്രിസ്തുവാണ്. യേശു ക്രിസ്തുവിന്റെ കാൽവരി ക്രൂസിലെ യാഗമാണ്. ആകാശത്തിന് കീഴിൽ മനുഷ്യരിടയിൽ മനുഷ്യരെ പാപത്തിൽ നിന്നും മരണത്തിൽ രക്ഷിപ്പാൻ യേശു ക്രിസ്തു എന്ന നാമമല്ലാതെ വേറൊരു നാമം നൽകിയിട്ടില്ല. അതുകൊണ്ട് പ്രിയമകളെ നീ എന്ത് ചെയ്യണമെന്നുള്ള ചോദ്യത്തിന്റെ മുമ്പിൽ നിന്റെ പണമോ നിന്റെ പോക്കറ്റിലുള്ളതോ നിന്റെ ഒന്നും ദൈവത്തിന് വേണ്ട. ദൈവം നിന്റെ അപ്പനായതുകൊണ്ട് ദൈവത്തിന് വേണ്ട നിന്നെയാണ്. നീ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്, യേശുവേ അങ്ങ് ദൈവപുത്രനായ ക്രിസ്തുവാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങ് മരിച്ചത് എന്റെ പാപത്തിന് വേണ്ടിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സ്വർഗത്തിലെ ദൈവം അങ്ങേ മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. യേശുവേ എന്റെ ഹൃദയത്തിലേക്ക് അങ്ങന്റെ രാജാവായി വരണമേ, എന്റെ കർത്താവായി വരണമേ, എന്റെ രക്ഷകനായി അങ്ങ് വരണമേ. ആ ദൈവരാജ്യത്തിലേക്ക് അപ്പന്റെ അടുക്കലേക്ക് എന്നെ കൊണ്ടുപോകണമേ. അതിനായി എന്നെ ഞാൻ അങ്ങയുടെ കരങ്ങളെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് വാ കൊണ്ട് ഏറ്റുപറഞ്ഞ് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വാ കൊണ്ട് ഏറ്റുപറഞ്ഞ് യേശുവിനെ അനുഗമിച്ച് അനുസരിക്കുവാൻ ഒരു തീരുമാനമെടുക്കുന്നുവെങ്കിൽ പ്രിയമകനെ നീ ഒരു മതത്തിലും ചേരണ്ട, ഒരു സംഘടനയിലും ചേരണ്ട, ആർക്കും പൈസ കൊടുക്കണ്ട, എവിടെയും പേര് രജിസ്റ്റർ ചെയ്യേണ്ട. പകരം സ്വർഗത്തെ രജിസ്റ്റർ ചെയ്യപ്പെട്ട നിന്റെ പേരിന്റെ മുമ്പിൽ ഇതാ നീ വീണ്ടും ജനിച്ചവരായി സ്വർഗം പ്രഖ്യാപിക്കുകയും ആ വീണ്ടും ജനിച്ച മണ്ഡലത്തിൽ നിനക്ക് വീണ്ടും ജീവിച്ചുകൊണ്ട് നിന്റെ അപ്പനോട് ചേർന്ന് നിനക്ക് ഒന്നായി തീരാമെന്ന് പ്രത്യേകിച്ച് ഓർപ്പിക്കുകയാണ്. ദൈവത്തിന്റെ വചനം പറയുന്നത് യേശുവിനെ ദൈവപുത്രൻ എന്ന് വിശ്വസിക്കുന്നവനിൽ ദൈവവും അവൻ ദൈവത്തിലും വസിക്കുന്നു. അങ്ങനെ ക്രിസ്തുവിലൂടെ നിങ്ങൾക്ക് നിരപ്പിന്റെ ശുശ്രൂഷയിലേക്ക് സ്വർഗത്തിലെ ദൈവവുമായി ഒന്നാകാമെന്നുള്ള കാര്യം ഞങ്ങൾ നിങ്ങളെ അറിയിക്കുകയാണ്. പ്രിയമക്കളെ, നിങ്ങളെ ഓരോരുത്തരെയും ഇതിലേക്ക് ക്ഷണിക്കുകയാണ്. ഇത് അറിയിക്കുവാനാണ് ഈ തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റിലെ കേരേത്ത് എന്ന് പറയുന്ന ഈ സ്ഥലത്ത് ഞങ്ങൾ കടന്നു വന്നത്. ഇതാ ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് കടന്നു പോവുകയാണ്. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് നിങ്ങളെ അനുഗ്രഹിച്ച് അടുത്ത സ്ഥലത്തേക്ക് കടന്നു പോവുകയാണ്. സ്വർഗത്തിലെ ഞങ്ങളുടെ ആ നല്ല അപേക്ഷ അങ്ങയുടെ ഏകജാതനായ പുത്രനെ ഞങ്ങൾക്ക് വേണ്ടി ഈ ദേശത്തിലെ ജനത്തിന് വേണ്ടി അങ്ങ് തന്നതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. അങ്ങ് അറിയിക്കാൻ ആഗ്രഹിച്ച സന്ദേശം ഈ ജനത്തോട് അറിയിച്ചിരിക്കുന്നു. അങ്ങ് ആഗ്രഹിക്കുന്ന ജനത്തിന്റെ ഉള്ളിൽ അങ്ങ് മാനസാന്തരം കൊടുത്ത് ഈ ജനത്തെ ക്രിസ്തുവിൽ അങ്ങയുടെ മാറിലടയ്ക്കുവാൻ തക്കവണ്ണം അങ്ങ് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏൽപ്പിച്ച് തന്നിട്ടുള്ള എല്ലാ ജനത്തിനുമായി അങ്ങേക്ക് നന്ദി പറയുകയാണ്. ഈ ഇവിടെയായിരിക്കുന്നവർക്ക് മാത്രമല്ല, ഈ ഓൺലൈൻ സിസ്റ്റത്തിലൂടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അങ്ങേ കണ്ടും കേട്ടും അനുഭവിച്ചും കൊണ്ടിരിക്കുന്ന ജനത്തെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. പ്രിയ നല്ല പിതാവേ, കുഞ്ഞുങ്ങളെ അങ്ങയുടെ മാറിലേക്ക് ചേർക്കുക. അങ്ങ് തിരുവുള്ളമുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ ദേശത്തെ അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഈ ശബ്ദ കാഴ്ച പറഞ്ഞിരുന്നവരെ അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഇവരുടെ മക്കള്, ഇവരുടെ മാതാപിതാക്കന്മാര്, ഇവരുടെ ഹോട്ടൽ ബിസിനസ്സുകള്, ഇവരുടെ മറ്റ് ബിസിനസ്സുകള്, ഇവിടെയുള്ള എല്ലാ വ്യാപാരങ്ങള്, എല്ലാ ജോലിക്കാരെയും അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഇവരുടെ അനുഗ്രഹമാകട്ടെ, ഇവരുടെ കുടുംബങ്ങൾ അനുഗ്രഹമാകട്ടെ, ഈ ദേശം അനുഗ്രഹമാകട്ടെ. ഈ അനുഗ്രഹം ഇവരെ ക്രിസ്തുവിൽ ആ നിത്യമായ ദൈവരാജ്യത്തിൽ എത്തിക്കുവാൻ ഇടയാകട്ടെ. സർവമഹത്വവും പിതാവേ ഞങ്ങൾ അങ്ങേക്ക് തരികയാണ്. എല്ലാ നാട്ടുകാർക്ക്, എല്ലാ കേൾവിക്കാർക്ക് നന്ദി, നമസ്കാരം.